ഐവറി സിറ്റി. ഒരിടത്തൊരിടത്ത് പലേഷ്യ എന്നു പേരുള്ള ഒരു വിശാലമായ രാജ്യത്ത് പ്രിൻസ് മാർക്കോ എന്നു പേരുള്ള ഒരു രാജകുമാരൻ താമസിച്ചിരുന്നു. രാജകുമാരൻ മാർക്കോ കാണാൻ വളരെ സുന്ദരനായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ബുദ്ധിപൂർവം ചിന്തിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കാതെ എപ്പോഴും ദയാപൂർവം ചിന്തിച്ചിരുന്നു. രാജകുമാരന് 21 വയസ്സായപ്പോൾ രാജാവ് അവനെ വിളിപ്പിച്ചു. മകനെ, നിനക്കിപ്പോൾ 21 വയസ്സായി. അതിന്റെ അർത്ഥം നിനക്ക് അയൽ രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സമയമായിരിക്കുന്നു. നമ്മുടെ അയൽ രാജ്യമോ? അതെ, ഒരു രാജ്യം മാത്രമല്ല, നീ മറ്റ് അയൽ രാജ്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, നീ ദ കിങ്ഡം ഓഫ് ഐവറി സിറ്റിയിൽ പോകണം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയണം. ഒരു വെക്കേഷനോ? അത് അടിപൊളിയായിരിക്കും. ഒട്ടുമല്ല, അത് വെക്കേഷൻ അല്ല. നീ ഒരു വളരെ സാധാരണക്കാരനായിട്ടാണ് അവിടെ പോകേണ്ടത്. ആർക്കും നീ ആരാണെന്ന് അറിയാൻ പാടില്ല. നീ മന്ത്രി ഡാനിന്റെ മകനോടൊപ്പമായിരിക്കും പോകുന്നത്, സാം. ഓ, അത് വളരെ നല്ലതാണ്. ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞാൻ വളരെ തയ്യാറായിരിക്കുന്നു ഒരു സൂപ്പർ സീക്രട്ട് മിഷന് വേണ്ടി. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജകുമാരൻ മാർക്കോ അവിടെ നിന്നും പോയി. രാജാവ് വീണ്ടും ചിന്തയിൽ മുഴുകി. എന്റെ മകന്റെ വിധി എന്താവുമെന്ന് ആർക്കറിയാം, എന്റെ ദൈവമേ. അടുത്ത ദിവസം രാജകുമാരൻ മാർക്കോ മന്ത്രിയുടെ മോൻ സാമുമായി ഐവറി സിറ്റി സന്ദർശിക്കാൻ പോയി. അവർ കാട്ടിലൂടെയും നദികളിലൂടെയും നഗരത്തിലൂടെയും ദിവസങ്ങളോളം കറങ്ങി. അവസാനം അവർ ഒരു കാട്ടിലെത്തി. അത് ഐവറി സിറ്റിയിലേക്കുള്ള വഴിയായിരുന്നു. എനിക്ക് വളരെയധികം ക്ഷീണം തോന്നുന്നു. എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം. ഓ, തീർച്ചയായും കൂട്ടുകാരാ, നമ്മൾ ഏതായാലും ഐവറി സിറ്റി വരെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് വേണമെങ്കിൽ പോകാം. നീ ആ തടാകത്തിൽ പോയി കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തോളൂ. ഞാനിവിടെ ആഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. രാജകുമാരൻ മാർക്കോ തലയാട്ടി. എന്നിട്ട് അവിടെ നിന്നും പോയി. മാർക്കോ നദിയുടെ അടുത്തെത്തിയപ്പോൾ അവൻ ഫ്ലാസ്ക് താഴെ വെച്ചു. എന്നിട്ട് ആദ്യം കുറച്ച് വെള്ളം കുടിക്കുവാനായി കുനിഞ്ഞു. അപ്പോൾ തന്നെ അവൻ അങ്ങനെ ചെയ്തപ്പോൾ വെള്ളത്തിൽ ഒരു നിഴൽ കണ്ടു. ആ മുഖം വളരെ സുന്ദരമായിരുന്നു. അവൻ അത് കണ്ട് അതിശയിച്ചു പോയി. ആരാണ് നിങ്ങൾ? അപ്പോൾ തന്നെ വിരിപ്പിൽ ആഹാരം ഒരുക്കിക്കൊണ്ടിരുന്ന സാം ചിന്തിക്കുകയായിരുന്നു അവന്റെ കൂട്ടുകാരനെ കുറിച്ച്. അവന് തിരിച്ചു വരാൻ ഇത്രയും സമയം എന്താണ് എടുക്കുന്നത്? മാർക്കോ! മാർക്കോ! സാം ഉടൻ തന്നെ ഓടി നദിയുടെ അടുത്തെത്തി. അവന്റെ കൂട്ടുകാരൻ ബോധമില്ലാതെ അവിടെ കിടക്കുന്നത് അവൻ കണ്ടു. മാർക്കോ! നിമിഷങ്ങൾ കൊണ്ട് മാർക്കോ എണീറ്റു. എന്നിട്ട് അവനൊന്നും മനസ്സിലായില്ല. എന്ത് പറ്റി? ആ സുന്ദരിയായ യുവതി എങ്ങോട്ട് പോയി? നീ ആരെ കുറിച്ചാണ്? മാർക്കോ സാമിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ വെള്ളത്തിൽ അവളുടെ നിഴൽ കണ്ടു. ഞാൻ അതിനെ തൊടാൻ ശ്രമിച്ചതും ആരോ അലറി വിളിക്കുന്നത് പോലെ എന്റെ ചെവിയിൽ തോന്നി. അത് ആരോ, ഏതോ ഒരു രാക്ഷസിയെ പോലെ. സാമിന് ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവാത്തതുപോലെ. അപ്പോൾ അത് സത്യമായിരുന്നു. എന്തിനെ കുറിച്ചാണ് നീ സംസാരിക്കുന്നത്? പ്രിയ സുഹൃത്തെ, എനിക്ക് തോന്നുന്നത് നീയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. നിനക്കറിയാമോ, പണ്ട് തൊട്ട് പറയുന്ന കാര്യമാണ്. ഐവറി സിറ്റിയുടെ പ്രിൻസസ് ഗലിസറിനെ ഒരു രാക്ഷസി തട്ടിക്കൊണ്ടുപോയായിരുന്നു. എന്നിട്ട് അവരുടെ സ്ഥാനം രാജകൊട്ടാരത്തിൽ നേടിയായിരുന്നു. പക്ഷേ ആർക്കും ഇതുവരെ ഒരു ഉറപ്പുമില്ല. ആർക്കും ഒരു തെളിവും കണ്ടുപിടിക്കാനായിട്ടില്ല. കാരണം ഒരു വ്യത്യാസവുമില്ല. അവൾ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം പ്രിൻസസ് ഗലിസറിനെ പോലെയായിരുന്നു. ആർക്കും കണ്ടുപിടിക്കാനായിട്ടില്ല. അപ്പോൾ അത് വെറുതെ പരദൂഷണം പറയുമായിരിക്കും. അതുതന്നെയാണ് മഹാരാജാവും മഹാറാണിയും കരുതിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ജീവിതം പൊക്കോണ്ടിരിക്കുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാറുമില്ല. ഇപ്പോൾ ആർക്കും ഒന്നും ഓർമ്മയില്ല. ഒരു സംഭവം വരെ. ഏത് സംഭവം? ഇന്ന് നടന്ന സംഭവത്തെ പോലെ. സാം മാർക്കോയെ ആ ലെജൻഡിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അവൻ പറഞ്ഞു, ഒരു ദിവസം ഒരു രാജാവ് ഐവറി സിറ്റി സന്ദർശിക്കാൻ സാധാരണ വേഷത്തിൽ വരുമെന്ന്. അങ്ങനെ അവന് മാത്രമേ ആ രാജകുമാരിയെ കാണാൻ പറ്റൂ. മാത്രമല്ല, അവർ പറയുന്നത് അവന് മാത്രമേ കേൾക്കാനും ആകൂ എന്ന്. പക്ഷെ ഇത് സത്യമാണെങ്കിൽ നമുക്ക് കിങ് ഓഫ് ഐവറി സിറ്റിയുടെ രാജാവിനെ പോയി കണ്ട് എല്ലാം സംസാരിക്കാം.
പക്ഷെ സമയമായിട്ടില്ല എന്റെ കൂട്ടുകാരാ. നമുക്കിപ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ അവർ ഒരു പ്ലാൻ ഉണ്ടാക്കി. അവർ ഐവറി സിറ്റിയുടെ ഒരു വീട്ടിൽ ചെന്നു. അവിടെ ഓൾഡ് റേച്ചറ്റ് എന്നു പേരുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ഓൾഡ് റേച്ചറ്റ് വളരെ അത്യാർത്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരെക്കുറിച്ച് സാമിന് ഒരു കൂട്ടുകാരൻ പറഞ്ഞ കേട്ടറിവേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഐവറി സിറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ചിരുന്നു. സാം വാതിലിൽ മുട്ടി. ഓൾഡ് റേച്ചറ്റ് വാതിൽ തുറന്നു. പറയൂ. ഞാനും എന്റെ കൂട്ടുകാരനും വളരെ ദൂരത്തിൽ നിന്നും വന്നതാണ്. ഞങ്ങൾ ഈ ഐവറി സിറ്റിയിൽ അടുത്ത 2 ദിവസം വരെ കാണും. ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം താമസിച്ചോട്ടെ. ഞങ്ങൾ അതിന്റെ നല്ല പ്രതിഫലം തരാം. ഓ, എത്ര കാലമായി ഞാൻ ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട്. അകത്തേക്ക് വരൂ, സ്വന്തം വീട് പോലെ കരുതൂ. ആ ദിവസം വൈകുന്നേരം രാജകുമാരൻ മാർക്കോയിനും സാമിനും ആഹാരം വിളമ്പുന്ന സമയം ഓൾഡ് റേച്ചറ്റ് പറഞ്ഞു, എന്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളൂ, ഇപ്പോൾ ഇത് കഴിച്ചോളൂ. രാത്രി ഡിന്നറിന് ഞാൻ കൊട്ടാരത്തിൽ നിന്നും എന്തെങ്കിലും രുചികരമായത് കൊണ്ടുവരാം. രാജകൊട്ടാരത്തിൽ നിന്നോ? അതെ, കൊട്ടാരത്തിൽ. ഓ, നിങ്ങൾക്കറിയാൻ മേലായിരുന്നോ? സാമും മാർക്കോയും ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു. ഇല്ല, എന്ത്? അതെ, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ രാജകുമാരി ഗുലൈസേഴ്സിന്റെ പ്രത്യേക സേവകയാണ്. അവരുടെ മുടി ഞാനാണ് കെട്ടിക്കൊടുക്കുന്നത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, അറിയാമോ? ഞാൻ കേട്ടിട്ടുള്ളത് അവൾ ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയാണെന്ന്. ഞങ്ങൾ എന്ത് ഭാഗ്യവാന്മാരാണ് താങ്കളുടെ ഒപ്പം തങ്ങാൻ അവസരം കിട്ടിയതിൽ. കേൾക്കൂ മിസ് റാച്ചറ്റ്, മനസ്സലിവ് കൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? തീർച്ചയായും, പറയൂ. സാം അവന്റെ പോക്കറ്റിൽ നിന്നും ഒരു ഡയമണ്ട് പെൻഡന്റ് എടുത്ത് അവർക്ക് കൊടുത്തു. ഇന്ന് ഈ പെൻഡന്റ് പ്രിൻസസ് ഗലിസറിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് പറയണം, ഞാൻ പ്രിൻസ് ഓഫ് പലേഷ്യ പ്രിൻസ് മാർക്കോ പ്രിൻസസിനോട് കല്യാണത്തിന് വേണ്ടി അനുവാദം ചോദിച്ചിരിക്കുന്നുവെന്ന്. ഇത് കേട്ട് രാജകുമാരൻ മാർക്കോ രണ്ടുപേരെയും നോക്കി. അപ്പോൾ ഓൾഡ് റേച്ചറ്റ് ചിരിക്കാൻ തുടങ്ങി. നീയോ ഒരു രാജകുമാരനോ? സാം അവരെ ശ്രദ്ധിച്ചു ഒന്ന് നോക്കിയതിനു ശേഷം മാർക്കോയുടെ ബാഗിൽ നിന്നും അവന്റെ കിരീടം എടുത്തു. കിരീടം കണ്ടത് അവർ അതിശയിച്ചു പോയി. അവർ ഒന്ന് വണങ്ങി, എന്നിട്ട് പുറത്തോട്ടു പോയി. നീ എന്താണ് ഈ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇനി നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? രാജകുമാരിക്ക് വേണ്ടി ഒരു സമ്മാനം മേടിക്കാൻ നീ പേടിക്കണ്ട, ഞാൻ കുറച്ച് വൈകും. ഓൾഡ് റേച്ചറ്റ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ ഡയമണ്ട് പെൻഡന്റ് പ്രിൻസസ് ഗുലൈസറിന് അവർ നൽകി. എന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജകുമാരി ഒന്ന് പുഞ്ചിരിച്ചു. ഇപ്പോൾ തന്നെ പോയി അവനോട് പറയൂ, ഞാൻ അവനെ നാളത്തെ അത്താഴത്തിന് വിളിപ്പിച്ചിട്ടുണ്ടെന്ന്. ഓൾഡ് റേച്ചറ്റ് തലയാട്ടി അവിടെ നിന്നും പോയി. അടുത്ത ദിവസം രാജകുമാരി വിളിപ്പിച്ചതിനാൽ രാജകുമാരൻ മാർക്കോയും സാമും കൊട്ടാരത്തിലേക്ക് പോയി. സാം ഒരു രാജകുമാരനെ പോലെയുള്ള വേഷത്തിലായിരുന്നു. പക്ഷെ മാർക്കോയോ ഒരു സാധാരണക്കാരനെ പോലെയുള്ള വേഷത്തിലും. കയ്യിൽ ഒരു ബോക്സുമായി. രാജകുമാരി ഗുലൈസർ സാമിനെ കണ്ട് സന്തോഷം ഭാവിച്ചു. എന്നിട്ട് അവൾ സാമിനെ അവളുടെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തി കൊടുത്തു. അവനെ പരിചയപ്പെട്ടതിൽ അവർക്ക് വളരെ സന്തോഷം തോന്നി. ആഹാരം കഴിക്കുന്ന സമയത്ത് സാം വെറുതെ ഒന്ന് ചോദിച്ചു, ഹേയ്, ഞാൻ ചോദിക്കുന്നതിലൊന്നും തോന്നരുത്, പക്ഷേ ഈ രാജ്യത്തിൽ ഒരു മൃഗങ്ങളും ഇല്ലാത്തത് കുറച്ച് വ്യത്യസ്തം തന്നെയല്ലേ? ഇവിടെ കുതിരകൾ മാത്രമേ ഉള്ളൂ. അത് ഗുലൈസർ വിചാരിക്കുന്നത് എല്ലാ മൃഗങ്ങളും കാട്ടിൽ തന്നെ ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മൃഗങ്ങളെയും അങ്ങോട്ട് അയച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇവിടെ കുതിരകൾ മാത്രമെങ്കിലും ഉണ്ടല്ലോ. ഓ, എന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കേണ്ടി വരും, കാരണം ഞാൻ ഒരു ഗിഫ്റ്റ് രാജകുമാരിക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. സാം കൈകൊട്ടിയപ്പോൾ രാജകുമാരൻ മാർക്കോ ആ ബോക്സുമായി എവിടെ വന്നു. അവൻ അത് തുറന്നു. അതിനകത്തു നിന്ന് വന്നു ഒരു സുന്ദരിയായ പൂച്ചക്കുട്ടി. രാജകുമാരി ഗുലൈസർ പെട്ടെന്ന് നിലവിളിച്ചെഴുന്നേറ്റു. അവൾ പുറകോട്ട് പോകാൻ തുടങ്ങി. പക്ഷെ പൂച്ചക്കുട്ടി അവളുടെ പുറകെ തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അവളുടെ കാലിൽ തൊട്ടു. അപ്പോൾ തന്നെ രാജകുമാരിയുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു, ഒരു രാക്ഷസിയുടെ. കാരണം അവളുടെ വേഷം മുഴുവൻ മറിവായിരുന്നു. എല്ലാവരും അതിശയത്തിലായിരുന്നു. ഭടന്മാരെ, പെട്ടെന്ന് തന്നെ അവളെ പിടിക്കൂ.
അവൾക്ക് പൂച്ചയുടെ മുമ്പിൽ ഒരു ബലവുമില്ല. ഭടന്മാർ എല്ലാവരും രാക്ഷസിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. നമ്മൾ ഇതുവരെ ഒരു രാക്ഷസിയാണോ വളർത്തിയത്? ഞാൻ എന്തൊരു മണ്ടനാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല സർ, കാരണം ഞങ്ങളോടൊപ്പമുണ്ട് ദ പ്രിൻസ് ഓഫ് പലേഷ്യ, പ്രിൻസ് മാർക്കോ. അദ്ദേഹം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ. സാം എല്ലാ കാര്യങ്ങളും രാജാവിനോടും റാണിയോടും പറഞ്ഞു. അവർ അതെല്ലാം കേട്ട് അതിശയിച്ചു പോയി. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെന്നാണോ? രാജകുമാരൻ മാർക്കോയും സാമും തലയാട്ടി. പെട്ടെന്ന് തന്നെ ഒരു പാത്രം നിറയെ വെള്ളവുമായി ഒരു സേവിക വന്നു. ഇനി ഓർക്കണം, വെറും നിനക്ക് മാത്രമേ അവളുടെ നിഴൽ കാണാൻ പറ്റുള്ളൂ. നീ നിഴലിൽ തൊടുമ്പോൾ തന്നെ ആരോ അലറി വിളിക്കുന്ന പോലെ നിന്റെ ചെവിയിൽ നിനക്ക് കേൾക്കാനാകും. അപ്പോൾ നീ അത് കേട്ടിരിക്കണം. അത് നിനക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ എല്ലാം തിരിച്ചു മാറി മറിയും. പക്ഷേ ഇത് ഞാൻ ആ നദിയുടെ അടുത്ത് തന്നെ ചെയ്തിരുന്നെങ്കിൽ നിനക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ രാക്ഷസിക്ക് അതെല്ലാം അറിയാൻ കഴിഞ്ഞേനെ. എന്തെങ്കിലും അവൾ നമ്മളെ തടയാൻ വേണ്ടി ചെയ്തേനെ തീർച്ചയായും. നിനക്കറിയാമോ സാം, എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ബുദ്ധിശാലിയായാൽ നീയാണ്. സാം പുഞ്ചിരിച്ചു. പോകൂ, പോയി നിന്റെ രാജകുമാരിയെ കൊണ്ടുവരൂ. പ്രിൻസ് മാർക്കോ വെള്ളത്തിന്റെ പാത്രത്തിലേക്ക് എത്തി നോക്കിയതും അവൻ രാജകുമാരി ഗുലൈസറിന്റെ നിഴൽ ആ വെള്ളത്തിൽ കണ്ടു. അവൻ വെള്ളത്തിൽ കൈവച്ചതും അവന്റെ ചെവിയിൽ ആരോ അലറി വിളിക്കുന്നത് പോലെ അവന് തോന്നി. രാജകുമാരൻ മാർക്കോ കണ്ണടച്ച് എല്ലാം സഹിച്ചു. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ആ നിലവിളി നിന്നു. പിന്നെ തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ വെള്ളത്തിനുള്ളിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു രാജകുമാരി ഗുലൈസർ. അവളെ കണ്ടതും രാജാവും റാണിയും ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, അമ്മേ, എന്റെ മകളെ. ഓ, നിന്നെ കാത്തു സൂക്ഷിച്ചതിൽ ദൈവത്തിന് നന്ദി. ഓ, അത് ഈ ചെറുപ്പക്കാർക്ക് നന്ദി. രാജാവും റാണിയും എല്ലാ കാര്യങ്ങളും ഗുലൈസറിനോട് പറഞ്ഞു. അവൾ മാർക്കോയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്നെ രക്ഷിച്ചു. ഞാൻ എങ്ങനെയാണ് നിന്നോട് നന്ദി പറയണം? ഓ, ഒട്ടും വേണ്ട, നമ്മൾ കൂട്ടുകാരല്ലേ. അതെ. അങ്ങനെ തന്നെ രാജകുമാരി ഗുലൈസറും രാജകുമാരൻ മാർക്കോയും നല്ല സുഹൃത്തുക്കളായി. അവരുടെ മേൽനോട്ടത്തിൽ രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ വ്യാപാരവും വർദ്ധിച്ചു. അങ്ങനെ നല്ല അയൽവാസികളായി മാറി രണ്ടുപേരും. പക്ഷെ അവരുടെ കല്യാണം കഴിഞ്ഞോ? ഓ, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ എന്തെന്നാൽ സാം രാജകുമാരൻ മാർക്കോയുടെ രാജകീയ ഉപദേശിയായി മാറി. അങ്ങനെ അവരുടെ മേൽനോട്ടത്തിൽ പലേഷ്യ ഏറ്റവും നല്ല ഒരു രാജ്യമായി മാറി.